ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ടാണ് കവർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചു. ഓക്കെ, പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ ഇതിൻ്റെ അപ്പുറം ഒരു കുറച്ച് ഷോർട്ട് കട്ട്സും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇവിടെ എന്താ എഴുതിയേക്കണമെന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് ഈ വാല്യൂ, നമ്മൾ യൂസർ കൊടുക്കുന്ന വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നോർമൽ അഡീഷണൽ ഓപ്പറേറ്റർ നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വേരിയബിളായ കറണ്ട് റിസൾട്ട് 2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, പിന്നൊന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ. നമ്മൾ അഡീഷണൽ കേസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് ആ യൂസർ എന്താ കൊടുക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ അത് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതായത് നമ്മളിവിടെ എന്താ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ടേക്ക് ദി കറണ്ട് വാല്യൂ ഓഫ് ദി കറണ്ട് റിസൾട്ട്, ആഡ് സംതിങ് ടു ഇറ്റ് ആൻഡ് അസൈൻ ബാക്ക് ടു ദി സെയിം വേരിയബിൾ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് പ്രോഗ്രാമിൽ കോമൺ പാറ്റേൺ ആണ്. ഓക്കെ, ഇതിന് ജാവാസ്ക്രിപ്റ്റിൽ ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈൻ കമൻറ്റ് ഔട്ട് ചെയ്യാം. നമ്മുടെ മുമ്പത്തെ സെക്ഷനിൽ പറഞ്ഞു നമുക്ക് കോഡ് റൺ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. സോ ഞാനത് കോഡ് റൺ ആവില്ല, കമൻറ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് കറണ്ട് റിസൾട്ട് നമ്മളെടുത്തു. എന്നിട്ട് ഈ പ്ലസ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലസ്സും ഈക്വൽ ടു ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്തു, ബാക്കി എഴുതും. പാസ്വേഡ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കും, സേവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ ഷോർട്ട് കട്ട്. ഇവിടുത്തെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഈ പ്ലസ്സും ഈക്വൽ ടു നമ്മൾ ഒന്നിച്ച് എഴുതി. സോ അത് എന്താ വെച്ചാൽ ബേസിക്കലി സെയിം തന്നെയാണ്, നമ്മൾ മുമ്പ് എഴുതിയതിൻ്റെ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് ഈ വാല്യൂ ആണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഷോർട്ട് കട്ട് അയക്കുന്നത്. സോ ഇവിടെ ഈ വേരിയബിൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഒരേ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ കറണ്ട് റിസൾട്ട് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ വാല്യൂ കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എഴുതിയ ലോജിക്കലായിട്ട് മാറും. പക്ഷേ ഇതിൽ പ്ലസ്സിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്താ വെച്ചാൽ സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, ഡിവിഷനിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനത് തൽക്കാലം അത് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കമൻറ്റ് ഔട്ട് ചെയ്യണു മൈനസ്. എന്നിട്ട് ഞാനിവിടെ സബ്സ്ട്രാക്ഷൻ പ്ലസ്സിന് പകരം മൈനസ് വരും. ഓക്കെ, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും പ്ലസ്സിന് പകരം. പിന്നെ ഇത് യൂസ് ചെയ്യാം. ഇവിടെ ഡിവിഷനും വരും. സേവ്. ഓക്കെ, സോ ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വെച്ചാൽ കുറച്ച് കോഡ് നമുക്ക് കുറയ്ക്കാം, പിന്നെ റീഡബിലിറ്റി അത്യാവശ്യം നല്ലോണം കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൽ റീലോഡ് ചെയ്ത് ഞാൻ ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആപ്പ് റീലോഡ് ചെയ്തിട്ട് ഞാനിവിടെ എന്ന് വെച്ചാൽ 5 ആഡ് ചെയ്യാണ്. സോ നമ്മൾ എഴുതുമ്പോൾ 5 + 0 + ആഡ് ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ പ്ലസ് ഈക്വൽ ടു ആണെങ്കിലും റിസൾട്ട് ഒരുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്, ചേഞ്ച് ഒന്നും വരുന്നില്ല ഔട്ട്പുട്ടിൽ. ഓക്കെ, ഇത് കുറച്ചും കൂടി ക്ലീനർ കോഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെ 10+ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വരും. എന്നിട്ട് 5 - 10 വന്നു, ഇൻറ്റു 50 വന്നു. ഇനി ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 വരും. സോ നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സ്, ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് കറസ്പോണ്ടിങ്ങിലി വർക്ക് ആവുന്നുണ്ട്, നമ്മൾ എഴുതിയ പോലെ തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ കോഡ് ആക്ച്വലി കറസ്പോണ്ടിങ്ങിലി വർക്ക് ആവുന്നുണ്ട് നമ്മൾ എഴുതിയത്. നമ്മൾ ഷോർട്ട് ഹാൻഡ് യൂസ് ചെയ്തെന്ന് മാത്രം. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് ഹാൻഡ് യൂസ് ചെയ്തു. എന്ത് ഓപ്പറേറ്ററാണ് ഇവിടെ ഉള്ളത് അതിവിടെ കൊടുത്തിട്ട് ഈക്വൽ ടു എന്ന് എഴുതും. ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഈക്വൽ ടു, മൈനസ് ആണെങ്കിൽ മൈനസ് ഈക്വൽ ടു, അങ്ങനെ നമ്മൾ എഴുതും. ഓക്കെ, ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഓപ്പറേറ്ററും കൂടി നോക്കാം. അതാണ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ നമ്മുടെ വേരിയബിൾ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു പെർട്ടിക്കുലർ വൺ മാത്രമായിരിക്കും. ഓക്കെ, സോ എന്താ വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനത് കമൻറ്റ് ഔട്ട് ചെയ്യാം തൽക്കാലം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പം നമുക്ക് കറണ്ട് റിസൾട്ട് എനിക്കൊരു 1 ആഡ് ചെയ്യണം കറണ്ട് റിസൾട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വെച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഹാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിട്ടിട്ട്
എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഓക്കെ, സോ ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് 1 അല്ലെങ്കിൽ കറണ്ട് റിസൾട്ട് പ്ലസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് നമുക്ക് എഴുതാനായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ട് പ്ലസ് പ്ലസ് എന്ന് ഇട്ടാൽ മതി. സോ ഇത് മൂന്നും ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റാണ്. നമ്മൾ എഴുതിയപ്പോൾ മൂന്നെണ്ണം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണം ആക്ഷൻ പെർഫോം ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇത് ബേസിക്കലി കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് 1 നമ്മൾ എഴുതിയതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ഫോമാണ്. ഇതൊരു ഷോർട്ട് ഹാൻഡ് ഫോം, അതിലും ഷോർട്ട് ഹാൻഡാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ഇത് ഡിക്രിമെൻറ്റ് ചെയ്യണം, എനിക്കൊരു വാല്യൂ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. എന്തെങ്കിലും എഴുതുന്നത് നമ്മൾ കറണ്ട് റിസൾട്ട് മൈനസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒരെണ്ണം കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ചെറിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ആക്ച്വലി നിങ്ങൾ പ്ലസ് വേരിയബിളിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ അതിന് ശേഷം എഴുതി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ചെറുതായിട്ടൊന്ന് മാറും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്യണം നമ്മൾ എഴുതിയ കോഡ്. എന്നിട്ട് ഞാനിവിടെ പ്ലസ് കറണ്ട് റിസൾട്ട് എന്ന് എഴുതാം. കറണ്ട് റിസൾട്ട് പ്ലസ് എന്ന് എഴുതാം. സോ ഇതിൽ ഡിഫറൻസ് ഉണ്ട് രണ്ടിലും. എന്താണെന്നറിയോ ഡിഫറൻസ്? ഈ പ്ലസ് കറണ്ട് റിസൾട്ട് എഴുതുമ്പോൾ റിട്ടേൺസ് ന്യൂ അപ്ഡേറ്റഡ് വാല്യൂ. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റിട്ടേൺസ് ഓൾഡ് വാല്യൂ ബിഫോർ ഇൻക്രിമെൻറ്റ്. ബിഫോർ ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്തത്, പക്ഷേ പെട്ടെന്ന് എഴുതാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ രണ്ട് വേരിയബിൾ ചേഞ്ച് ചെയ്യും, പക്ഷേ റിട്ടേണിലാണ് വ്യത്യാസം വരുന്നത്. കറണ്ട് റിസൾട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ആവും, ഇങ്ങനെ കൊടുത്താലും ചേഞ്ച് ആവും. പക്ഷേ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം തൽക്കാലം. എന്നിട്ട് കറണ്ട് റിസൾട്ട് ഇട്ടു. ഓക്കെ, ഞാനിവിടെ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ എഴുതാം. ലെറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഓക്കെ, അലർട്ട് പ്ലസ് ഫസ്റ്റ്. എന്നിട്ട് ഞാനിവിടെ പ്ലസ് എക്സ് എഴുതി. സോറി, ഓക്കെ, ഇനി കോപ്പി നമ്മൾ പ്ലസ് ലാസ്റ്റ് എക്സ് പ്ലസ് എഴുതി സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാം. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ 5 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവും, പക്ഷേ റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വാല്യൂസ് ചേഞ്ച് ആവുമെന്ന് വെച്ചാൽ. റിട്ടേൺ ഇവിടെ ആദ്യം കൊടുക്കുകയാണെങ്കിൽ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ പുതിയ വാല്യൂ റിട്ടേൺ ചെയ്യും. പേരിൻ്റെ അവസാനമാണ് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ പഴയ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് നമുക്ക് 6 കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൺ ചെയ്തപ്പോൾ നമ്മുടെ കോഡിൽ 5 ഉണ്ടായിരുന്നു, എന്നിട്ട് 6 ആക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്നു, 6 റിട്ടേൺ ചെയ്യുന്നു. രണ്ടാമത്തേൽ നമുക്ക് നോക്കുമ്പോഴും 6 തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ വാല്യൂ ചേഞ്ച് ആയി, അതായിരുന്നു പ്രശ്നം. കാരണം എക്സിൻ്റെ വാല്യൂ 6 ആയിരുന്നല്ലോ. സോ ഞാനിത് കമൻറ്റ് ഔട്ട് ചെയ്തതിന് മനസ്സിലാവും. കാരണം എക്സിൻ്റെ വാല്യൂ 6, അതുകൊണ്ടാണ് രണ്ടാമത്തിൽ 6 കിട്ടിയത്. സേവ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് കണ്ടോ 5 വന്നത്, നമുക്ക് വാല്യൂ ഇൻക്രിമെൻ്റ് ആയാലും നമുക്ക് വരുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ എക്സ് ഇങ്ങനെ കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് 6 ആണെങ്കിലും പക്ഷേ എക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയി 6 ആയി. അപ്പോൾ ഇവിടെ 6++, ഇവിടെ 7 ആണ് കാണിക്കേണ്ടത് ഐഡിയിൽ, പക്ഷെ അത് കാണിക്കില്ല.
ഓക്കെ, അതായിരുന്നു ഇഷ്യൂ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത്. ഇത് വാല്യൂ അപ്ഡേറ്റ് ആവും, അപ്ഡേറ്റ് ആവണ വാല്യൂ പ്രശ്നമില്ല. ഇങ്ങനെ കൊടുത്താലും എക്സ് അപ്ഡേറ്റ് ആവും, ഇങ്ങനെ കൊടുത്താലും എക്സ് അപ്ഡേറ്റ് ആവും. പക്ഷേ റിട്ടേൺ ചെയ്യുന്ന ടൈമിലാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, സോ ഞാൻ റിമൂവ് ചെയ്യാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ റൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സേവ് ചെയ്തിട്ട് ഞാനത് കമൻറ്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കണത്. ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ടെമ്പറലി നമുക്ക് എഴുതിയ കോഡ് ഡിസേബിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കമൻറ്റ് ഔട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് എഴുതലും മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ കോഡ് നമ്മുടെ കയ്യിലുണ്ട്, എക്സിക്യൂട്ട് ആവണ്ട, വല്ല ആവശ്യത്തിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. ആക്ച്വലി ഞാനത് വെറുതെ കമൻറ്റ് ഔട്ട് ചെയ്തു മാത്രം, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാൻ ചുമ്മാ കമൻറ്റ് ഔട്ട് ചെയ്ത് വെച്ചു മാത്രം. ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇത് എടുക്കുകയാണ്, കോഡ് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ റിമൂവ് ചെയ്യാണ് കോഡ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് ടോപ്പിക്ക് പുറത്ത് റിസോഴ്സസ് കുറേ അവൈലബിൾ ആണ്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഇത് തറവാക്കുക. ഇത് ചില സിറ്റുവേഷൻസ് നമ്മൾ ഇങ്ങനത്തെ ലോജിക്കൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. റിയൽ പ്രൊജക്ട്സിലൊക്കെ വെരി ഒക്കേഷനിലാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ എന്നാലിത് തറവാക്കി കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. സോ ആസ് യൂഷ്വൽ ഇന്നത്തെ വീഡിയോ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.